വിൻഡോസ് 11 ഓടിക്കാൻ പറ്റുന്ന ഒരു പി സി ബിൽഡ് ചെയ്താലോ? അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഈ പി സി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാം. ആദ്യം ഇന്റലിന്റെ 9th Gen i3 9100 റീഫർബിഷ്ഡ് പ്രോസസർ ഏകദേശം 2200 രൂപയ്ക്ക് വാങ്ങാം. ഉള്ളിൽ ഗ്രാഫിക്സ് പ്രോസസർ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ഉപയോഗിക്കാം. ഇത് വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസറാണ്. വളരെ കുറച്ച് ചൂട് പുറന്തള്ളുന്ന ഈ പ്രോസസറിന് ഒരു സാധാരണ കൂളർ മതി. ഏകദേശം ചെലവ് 300 രൂപ. സ്പീഡ് കൂടിയ NVMe SSD സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു H310 മദർ ബോർഡ് വാങ്ങാം. 32 GB വരെ മെമ്മറി ഇടാവുന്ന സെബ്രോണിക്സിന്റെ H310 NVMe മദർ ബോർഡ് ഏകദേശം 4200 രൂപയ്ക്ക് കിട്ടും. വേറൊരു ഓപ്ഷൻ കൺസിസ്റ്റന്റ് H310 മദർ ബോർഡാണ്. ഏകദേശം വില 3400 രൂപ. മെമ്മറിക്ക് EVMന്റെ 8 GB DDR4 മൊഡ്യൂൾ വാങ്ങാം. 1400 രൂപയാണ് വില. കൂടുതൽ മെമ്മറി വേണമെങ്കിൽ 2 വാങ്ങി 16 GB ആക്കാം. സ്റ്റോറേജിന് സാധാരണ ഹാർഡ് ഡിസ്കിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ വേഗതയുള്ള NVMe SSD വാങ്ങുക. വെസ്റ്റേൺ ഡിജിറ്റലിന്റെ SN350 ഒരു നല്ല മോഡലാണ്. 250 GB SSDക്ക് 2000 രൂപ വിലയുണ്ട്. സ്റ്റോറേജ് കൂടുതൽ വേണമെങ്കിൽ SN350 1 TB മോഡൽ 5000 രൂപയ്ക്ക് കിട്ടും. പവർ സപ്ലൈക്ക് ആൻഡ് വാല്യൂ എക്കോ 400 വാങ്ങാം. ഏകദേശം 380 വാട്ട് 12 വോൾട്ടിൽ തരുന്ന ഇതിന്റെ വില 800 രൂപയാണ്. പക്ഷേ ഇതിൽ ഗ്രാഫിക്സ് കാർഡിന് വേണ്ട PCI പവർ കേബിൾ ഇല്ല. എന്നാൽ പവർഫുള്ളായ ഗ്രാഫിക്സ് കാർഡ് ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 8-pin PCI കേബിൾ ഉള്ള ആൻഡ് സ്പോർട്സിന്റെ VS450L ഏകദേശം 1800 രൂപയ്ക്ക് വാങ്ങാം. വില കുറഞ്ഞ സാധാരണ ക്യാബിനറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫ്രണ്ടെക്കിന്റെ ട്രിവെക്സ് അല്ലെങ്കിൽ ഫിയറ മോഡലൊക്കെ ഏകദേശം 1000 രൂപയ്ക്ക് കിട്ടും. എന്നാൽ എന്റെ റെക്കമെൻഡേഷൻ 5 RGB ഫാനുകളും മുകളിൽ പൊടി തടയുന്ന ഡസ്റ്റ് ഫിൽറ്ററും ഒക്കെ ഉള്ള സെബ്രോണിക്സിന്റെ ഐസ്ബർഗ് ആണ്. 2500 രൂപ വിലയുണ്ട്. ഗെയിമിംഗും വീഡിയോ എഡിറ്റിംഗും ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഏകദേശം 6000 രൂപ മുടക്കി സെക്കൻഡ് ഹാൻഡ് GTX 1650 ഗ്രാഫിക്സ് കാർഡോ അല്ലെങ്കിൽ 10000 രൂപ മുടക്കി പുതിയ RX 580 കാർഡോ വാങ്ങുക. 11,000 രൂപ തൊട്ട് 28,000 രൂപ വരെ ബജറ്റിൽ